ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി കാണാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വനില ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. പിന്നെ ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് കേട്ടു. ഇവിടെ ചെറുതായിട്ട് ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുക. അതിലേക്ക് 1/4 കപ്പ് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഒരു പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പാലൊന്ന് ചൂടായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമൊക്കെ ലോ ആക്കി വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കസ്റ്റാർഡ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് അടി പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിൽ മധുരം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കസ്റ്റാർഡ് കുറച്ച് തിക്കായി വരും. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് തിക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവാൻ നിൽക്കരുത് കേട്ടോ, അപ്പോഴേക്കും അടി പിടിക്കും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ആവാൻ നിൽക്കണ്ട. ഈ ഒരു സമയമാകുമ്പം തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചൂടാറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളൊരു ബൗളാണ്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി പഞ്ചസാര മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ല മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ചൂടാറി കഴിഞ്ഞിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഫുൾ അങ്ങ് മെൽറ്റ് ആവും. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു നുള്ളി യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്. അപ്പം ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എല്ലാം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് നമ്മളൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ നോക്കുക. വല്ല ബോക്സോ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ക്ലീൻ കവർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 5-10 മിനിറ്റ് നല്ല സ്മൂത്ത് ആവുന്ന വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ നിന്നോട്ടെ. ഇനി ഇത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു ഓവർനൈറ്റ്, അതായത് ഒരു രാത്രി ഫുള്ള് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഇത് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐസ്ക്രീം റെഡിയാവും. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള ഐസ്ക്രീമാണിത്. നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ കിട്ടണമെങ്കിൽ തലേ ദിവസം തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് നമ്മൾ സാധാരണ കയ്യിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കിതെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വനില ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം വേറെ ഏതെങ്കിലും ഫ്ലേവർ കൊടുക്കണമെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്താൽ മതി. ചോക്ലേറ്റ് ആണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലേവർ മാറ്റിയെടുക്കാം. ഇതേ സംഭവം തന്നെ. നമ്മുടെ ക്യാരമൽ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് വേണ്ടതെങ്കിൽ ക്യാരമൽ ഉണ്ടാക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് അത് ആഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലൊരു ടോപ്പിംഗ് ആയിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ക്യാരമൽ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ട്രോബെറി, അങ്ങനെ ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.